ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡി സി മെഷീൻ്റെ കണ്ടിന്യൂഷനാണ്. ഡി സി മെഷീൻ നമ്മളതിൻ്റെ പ്രിൻസിപ്പിളും അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷനും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ടൈപ്പുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഏരിയ എന്ന് ചോദിക്കുക. അതുകൊണ്ട് തന്നെ അത് ബ്രീഫായിട്ടും വളരെ ഡിസ്കസ് ചെയ്ത് നമുക്ക് എടുക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ ടൈപ്സ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ടൈപ്പുകളിൽ ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്ററും മോട്ടറും രണ്ടും നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഡി സി മോട്ടറൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം, അത് സിമ്പിളാണ്. ഇത് പഠിക്കുമ്പോൾ നമുക്കിത് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നീങ്ങാം. അപ്പോൾ ഹെഡിങ് കൊടുക്കുക, ടൈപ്സ് ഓഫ് ഡി സി മെഷീൻസ്. ഓക്കെ, അത് രണ്ട് ടൈപ്പാണ് നമുക്കറിയാം, ഡി സി ജനറേറ്ററും അതുപോലെ തന്നെ ഡി സി മോട്ടർ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഡി സി ജനറേറ്ററിൻ്റെ ടൈപ്പുകളാണ്, അതോടൊപ്പം തന്നെ ഡി സി മോട്ടറിൻ്റെ ടൈപ്സ്. ഓക്കെ, അപ്പം ഈ ടൈപ്പുകളെ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ബ്രീഫിംഗ് നടത്താം. യു റൈറ്റ് എ ഹെഡിങ്, ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് DC machine armature. Okay, equivalent circuit of DC machine armature. ഇക്വലൻ്റ് സർക്യൂട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സർക്യൂട്ട് വലിയ സംഭവമൊന്നുമല്ല, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ട് ഫിഗറുകൾ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ആർമേച്ചറിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ആർമേച്ചർ. അപ്പോൾ ആർമേച്ചറിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് വരച്ചിട്ട് അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്ലസ് ഓർ മൈനസ് വി, ഇതിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു, പ്ലസ് ഓർ മൈനസ്. ഓക്കെ, ഇതിൻ്റെ ഇക്വലൻ്റ് വരിക, നമ്മൾ ഈ ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസും വോൾട്ടേജും ഒക്കെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് വരിക എന്താണെന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് വോൾട്ടേജ്, then a resistance, then terminal voltage, ഇത് R, ഇത് EMF. ഓക്കെ, ഇത് VB ആണെന്ന് വിചാരിക്കും സപ്പോസ്. ഇതാണ് നിങ്ങളുടെ ഡി സി ജനറേറ്ററിൻ്റെ ഒരു ഈക്വലൻ്റ് സർക്യൂട്ടായിട്ട് വരുന്നത്. ഓക്കെ, ഡി സി ജനറേറ്ററിൻ്റെ. ഇനി നമ്മൾ ഇതേപോലെ ഡി സി മോട്ടറിൻ്റെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആർമേച്ചറിലൊന്നും മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഡി സി ജനറേറ്ററിൽ കറണ്ട് ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് നോക്കാം. എവിടെ നിന്ന് എങ്ങോട്ടാണ്? നിങ്ങൾ ആർമേച്ചറിൽ നിന്ന് നമ്മളൊരു ലോഡ്, എക്സ്റ്റേണൽ ഒരു ലോഡ് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ആർമേച്ചറിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു? ലോഡിലേക്ക് പോകുന്നു. ശരിയല്ലേ? കാരണം ഇതാ കറണ്ട് കണ്ട ലോഡിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങളൊരു എക്സ്റ്റേണൽ ഒരു ലോഡ് കണക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ലോഡിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, നിങ്ങളെ ലോഡിൽ നിന്ന് കറണ്ട് എങ്ങോട്ടേക്കാണ് വരുന്നത്? ആർമേച്ചറിലേക്കാണ് വരുന്നത്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. അപ്പോൾ അതിൻ്റെ അതേപോലെ തന്നെ റിഫ്ലക്ഷൻസ് ഇവിടെയും ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. ഇത് സപ്ലൈ തിരിഞ്ഞു പോവും,
സിമിലർലി നമ്മൾ ഇ എം എഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, വി ബി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്, നിങ്ങൾ വേറെ ഒരു പോയിന്റ് അനലൈസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു പോയിന്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഡി സി ജനറേറ്ററിലാവുമ്പോൾ കറണ്ട് ഫ്ലോസ് ഫ്രം യുവർ ആർമേച്ചർ ടു യുവർ ലോഡ്, and in the case of a motor the current flows from load to your armature. ഓക്കെ, ആ ഒരു കാര്യമാണ് നിങ്ങൾ വ്യക്തമായിട്ട് നമുക്കിവിടെ അനലൈസ് ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. അതാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മൾ കൺസെപ്റ്റിൽ പറയുമ്പോൾ അതാണ് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ അനലൈസ്. കാരണം ലോഡിൽ നിന്നാണ് ഇങ്ങോട്ടേക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കറണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയേണ്ടത്. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ടൈപ്പുകൾ പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഡി സി മോട്ടറിന് ഇക്വലന്റ് സർക്യൂട്ട് പഠിച്ചു. അപ്പം കറണ്ട് ഇങ്ങനെ വരും. ഇതാണ് നിങ്ങളുടെ, ഞാൻ വേറൊരു സർക്യൂട്ടിലൂടെ അത് ക്ലിയർ ആക്കി തരാം. പ്ലസ് ഓർ മൈനസ് വി. സപ്പോസ് ഫസ്റ്റ് നമ്മൾ ഡി സി, ഇതാണ് നമ്മുടെ ഡി സി മോട്ടർ. ഓക്കെ, ഡി സി മോട്ടറാണ് എഴുതുന്നത് വിചാരിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കെ വി എൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇത് എഴുതാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ കെ വി എൽ അപ്ലൈ ചെയ്യൂ. ഇതിൻ്റെ അകത്ത് കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ഇതിൻ്റെ അകത്ത് കെ വി എൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? You will be getting an equation like the terminal voltage V is equal to E minus IAR. ശരിയല്ലേ? You will be getting an equation like V is equal to E minus IAR. ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് ഇ ജി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഡി സി മോട്ടറിന്റെ എഴുതി നോക്കും. നിങ്ങൾ കെ വി എൽ അപ്ലൈ ചെയ്ത് യു വിൽ ബി ഗെറ്റിംഗ്, എവിടെയാണ് നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ, യു വിൽ ബി ഗെറ്റിംഗ് ഇ പ്ലസ് IARA എന്നുള്ളതാണ് ഇക്വേഷൻ. ഇതാണ് നിങ്ങളുടെ രണ്ട് വോൾട്ടേജ് ഇക്വേഷൻ ഫോർ യുവർ ഡി സി ജനറേറ്ററും ഡി സി മോട്ടറും. ഡി സി ജനറേറ്ററിന്റെ വി സി ഈക്വൽ ടു ഇ ജി മൈനസ് IARA, മോട്ടറിന്റെ വി സി ഈക്വൽ ടു ഇ പ്ലസ് IARA. ഇത് വെറും ഇ അല്ല, ഇവിടെ ഇ ബി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഈ ഇ ബി റെപ്രസെന്റ്സ് യുവർ ബാക്ക് ഇ എം എഫ്. ഓക്കെ, മോട്ടറിന്റെ കേസിൽ ഇതിനെ ഇ ബിയെ വിളിക്കുന്ന ഒരു വെറുതെ ഇ എം എഫ് എന്നല്ല, ബാക്ക് ഇ എം എഫ് എന്നോ അല്ലെങ്കിൽ കൗണ്ടർ ഇ എം എഫ് എന്നോ വിളിക്കാം. ഓക്കെ, അതായത് ഈ ബാക്ക് ഇ എം എഫ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ, ഇതല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഈ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മളെ ജനറേറ്റർ ആക്ഷൻ വഴിയാണ് നമ്മൾ ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതിനെ ഡയറക്റ്റ്ലി അത് ഒപ്പോസ് ചെയ്യും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അതിനെ ബാക്ക് ഇ എം എഫ് അല്ലെങ്കിൽ കൗണ്ടർ ആയിട്ട് പോകുന്ന കൗണ്ടർ ഇ എം എഫ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നമുക്ക് പ്രിൻസിപ്പൾ പഠിക്കുന്ന ഡി സി മോട്ടറിനെ പറയാം. ജസ്റ്റ് മനസ്സിലാക്കുക, ഇവിടെ അപ്ലൈ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്ന ബാക്ക് ഇ എം എഫ് ആണ്. ഇവിടെ നമ്മൾ ജനറേറ്ററിന്റെ കേസ് ജനറേറ്റർ ഇ എം എഫ് ആണ്. രണ്ടിന്റെ കേസിലും ഇ എം എഫ് ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഡി സി ജനറേറ്ററിലെ ഇ എം എഫ് ഇക്വേഷൻ നമുക്കറിയാം, ഇ ജി ഇസ് ഈക്വൽ ടു NP5/60 × Z/A ആണെങ്കിൽ ഇവിടെ ആ പേര് മാത്രം മാറും, ഇ ബി ഇസ് ഈക്വൽ ടു NP5/60 × P/. അപ്പോൾ അതിലൊന്നും ഒരു മാറ്റവും വരുന്നില്ല. ഓക്കെ, വളരെ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആവുക ഇൻ ദ കേസ് ഓഫ് യുവർ മെഷീൻസ്. ഒക്കെ ഡി സി മെഷീനിലെ ജനറേറ്ററും മോട്ടറും കമ്പയർ ചെയ്യുന്ന പഠിക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെയും കമ്പാരിസൺ നിങ്ങൾ ഈക്വലന്റ് സർക്യൂട്ടിൽ നോക്കി വെക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത്, അപ്പം ഇതാണ് നിങ്ങളുടെ മോട്ടറിൻ്റെ ഇക്വേഷനും. ഇനി ഡി സി മോട്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് മോട്ടറിൻ്റെ ഇക്വേഷൻ ഇത് ജനറേറ്ററിൻ്റെ ഇക്വേഷൻ കേട്ടോ, ജനറേറ്റർ ഇക്വേഷൻ. ഇതിൻ്റെ കേസിൽ ഓർക്കേണ്ട ഒരു പോയിന്റ് കൂടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബാക്ക് ഇ എം എഫ് നിങ്ങൾ നോക്ക്, ഈ ഇക്വേഷനിൽ നോക്കൂ, ഇതിൽ ഏതാ ഏറ്റവും വലുത്? ടെർമിനൽ വോൾട്ടേജ് അല്ലേ? കാരണം ഇവിടെ ഇ ബിയും വരും IARയും വരും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എഴുതുന്ന ബാക്ക് ഇ എം എഫ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ യുവർ ടെർമിനൽ വോൾട്ടേജ്. ആ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. കാരണം ടെർമിനൽ വോൾട്ടേജ് ആണ് കൂടുതൽ, ബാക്ക് ഇ എം എഫ് എന്താണ്? കുറവാണ്. ഓക്കെ,
ഈ വി ബി കൊണ്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ബ്രഷ് വോൾട്ടേജ് ആണ് കേസ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ബ്രഷ് വോൾട്ടേജ് ആണ്. ഓക്കെ, ബ്രഷ് വോൾട്ടേജ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IARന്റെ കൂടെ തന്നെ പ്ലസ് വി ബി എന്ന് പറഞ്ഞു വരുന്നു. ഓക്കെ, പ്ലസ് വി ബി അതാണ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ബ്രഷ്. ആ ബ്രഷ് വോൾട്ടേജ് പ്ലസ് വി ബി ആയിട്ടും ഇവിടെ മൈനസ് വി ബി ആയിട്ടും വരും. ഈ ബ്രഷ് വോൾട്ടേജ് കോമൺലി 2 വോൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇക്വേഷനുകൾ നിങ്ങൾക്ക് EG മൈനസ് IAR മൈനസ് 2 എന്ന് എഴുതാം. അപ്പുറത്ത് മോട്ടറിൽ EB പ്ലസ് IAR പ്ലസ് 2 എന്നും എഴുതാം. ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. KVL അപ്ലൈ ചെയ്യാൻ നമുക്ക് ഇക്വേഷൻസ് നോട്ട് ചെയ്യാം. ഇതാണ് ഒരു ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് DC മെഷീൻ ആർമേച്ചറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. രണ്ടും ക്ലിയർ ആയി. ഇനി നമ്മൾ ഓരോ ടൈപ്പുകളായിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, types of DC machine. Types of DC machine. ആ DC മെഷീൻ്റെ ടൈപ്പുകളിൽ നമുക്ക് 2 തരത്തിലാണ് പറയുക. അതായത് അതിൻ്റെ എക്സൈറ്റേഷൻ അനുസരിച്ചിട്ട് 2 തരത്തിലാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, അതായത് നമുക്കറിയാം ദ മാഗ്നറ്റിക് ഫ്ലക്സ്, DC മെഷീനിലെ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ആ ഫീൽഡ് കോയിലുകളാണ് അല്ലെ. ആ ഫീൽഡ് കോയിലുകളാണ് കറണ്ട് ക്യാരി ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡക്ഷൻ നടത്തുന്നു. ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ പ്രൊഡക്ഷൻ ഫീൽഡ് വൈൻഡിങ്ങിൽ ഒരു സർക്കുലേറ്റിംഗ് കറണ്ടിന്റെ ഫോമിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡിലെ ആ പ്രൊഡക്ഷന്, ദ പ്രൊഡക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ മെഷീൻ ബൈ ദ സർക്കുലേറ്റിംഗ് കറണ്ട് ഇൻ ദ ഫീൽഡ് വൈൻഡിങ്. ഈ ഫീൽഡ് വൈൻഡിങ്ങിലെ സർക്കുലേറ്റിംഗ് കറണ്ടിന്റെ രീതിയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന്റെ പ്രൊഡക്ഷനെയാണ് നമ്മൾ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആണെങ്കിൽ ജസ്റ്റ് നോട്ട് ആയിട്ട് എഴുതിക്കോളൂ. ദ പ്രൊഡക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് in the machine by circulating current in the field winding is called excitation. ഇതിനെയാണ് നമ്മൾ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ എക്സൈറ്റേഷൻ നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. നമ്മളിപ്പോൾ കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ പഠിച്ചില്ല, എക്സൈറ്റേഷനുണ്ട് റെസ്പോൺസും ഉണ്ട്, ശരിയല്ല. അപ്പോൾ എക്സൈറ്റേഷൻ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അങ്ങനെ അണ്ടർസ്റ്റാൻഡ്. ഈ ടൈപ്പില് 2 മെത്തേഡ്സ് ഓഫ് എക്സൈറ്റേഷൻ ഉണ്ട്. 2 മെത്തേഡ്സ് ഓഫ് എക്സൈറ്റേഷൻ, 2 മെത്തേഡ്സ് ഓഫ് എക്സൈറ്റേഷൻ ആയിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യും. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡും രണ്ടാമത്തത് സെൽഫ് എക്സൈറ്റഡും ആണ്. ഓക്കെ, സെപ്പറേറ്റ്ലി എക്സൈറ്ററും സെൽഫ് എക്സൈറ്ററും. സെപ്പറേറ്റ് എക്സൈറ്റേഷന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇൻ സെപ്പറേറ്റ് എക്സൈറ്റേഷന്റെ പ്രത്യേകത, ദ ഫീൽഡ് കോയിൽസ്, നമ്മൾ ഏതിനാണ് നമ്മൾ എനർജൈസ് ചെയ്യേണ്ടത്? നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന എനർജൈസ് ചെയ്യുന്ന ഏതിന്റെ? നമ്മളെ ഫീൽഡ് കോയിൽസിനല്ലേ. അപ്പൊ ദ ഫീൽഡ് കോയിൽസ് ആർ എനർജൈസ്ഡ് ബൈ സെപ്പറേറ്റ് DC സോഴ്സ്. ഒരു സെപ്പറേറ്റ് DC സോഴ്സ് വഴിയാണ്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് എന്തോ ഒരു എക്സൈറ്റേഷൻ കൊടുക്കുവാണ് അല്ലെ, പുറത്ത് നിന്നൊരു DC സോഴ്സ് വഴിയുള്ള എക്സൈറ്റേഷൻ കൊടുക്കുവാണ്, സെപ്പറേറ്റ്ലി നമ്മൾ കൊടുക്കുവാണ് അല്ലെ. ഫീൽഡ് കോയിൽസ് ആർ എനർജൈസ്ഡ് by separate DC source, whereas in the case of self excitation in the case of self excitation, the current flowing through the field winding is supplied by, അതായത് ഫീൽഡ് വൈൻഡിങ്ങിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സപ്ലൈ ചെയ്യുന്നത് ആര് തന്നെയാണ്? ഇറ്റ് ഈസ് ഡൺ ബൈ ദ മെഷീൻ ഇറ്റ്സെൽഫ്. മെഷീൻ തന്നെയാണ് അതിനെ സപ്ലൈ ചെയ്യുന്നത്. ആ കറണ്ട് ആവശ്യമുള്ള എക്സൈറ്റേഷൻ കൊടുക്കുന്നത് മെഷീനിൽ തന്നെയാണ്, കാരണം കൊടുത്ത സാധനം തിരിച്ചു തരികയാണ്. ഓക്കെ, ആ തരത്തിൽ നിങ്ങൾ അനലൈസ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് അനലൈസേഷൻ, സെപ്പറേറ്റ് എക്സൈറ്റേഷനും സെൽഫ് എക്സൈറ്റേഷനും. ഓക്കെ, സെപ്പറേറ്റ് എക്സൈറ്റേഷനിൽ സെപ്പറേറ്റ് DC സോഴ്സ് ഉപയോഗിച്ച് എക്സൈറ്റ് ചെയ്യുന്നു. സെൽഫ് എക്സൈറ്റേഷനിൽ ഫീൽഡ് വൈൻഡിങ്ങിൽ കൊടുക്കുന്ന കറണ്ട് ഇറ്റ് ഈസ് ഡൺ ബൈ അല്ലെങ്കിൽ സപ്ലൈഡ് ബൈ ദ മെഷീൻ ഇറ്റ്സെൽഫ്. ഓക്കെ,
ഇങ്ങനെയാണ് രണ്ട് ടൈപ്പിലായിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഫീൽഡ് മാഗ്നറ്റുകൾ എനർജൈസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എനർജൈസ് ബൈ ദ കറന്റ് പ്രൊഡ്യൂസ് ബൈ ദ ജനറേറ്റർ അല്ലെങ്കിൽ മെഷീൻ കൊണ്ട് തന്നെയാണ് അല്ലേ. അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ റെസിഡ്യുവൽ മാഗ്നറ്റിസത്തിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, റെസിഡ്യുവൽ മാഗ്നറ്റിസം കാരണം ദർ ഇസ് ഓൾവേസ് കുറച്ച് ഫ്ലക്സ് നമ്മുടെ പോൾസിൽ എപ്പോഴും പ്രസന്റ് ആയിരിക്കും. ഓക്കെ, അതിന് കാരണമാണ് റെസിഡ്യുവൽ മാഗ്നറ്റിസം കാരണമാണ് കുറച്ച് ഫ്ലക്സ് എപ്പോഴും പ്രസന്റ് ആയിരിക്കും. അപ്പം ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് EMF അതുപോലെ കുറച്ച് ഇൻഡ്യൂസ്ഡ് കറണ്ടും അത് പാർട്ട്ലി അല്ലെങ്കിൽ ഒരു ഫുള്ളി ആയിട്ട് നമ്മളെ ഫീൽഡ് കോയിൽസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്മുടെ ഫീൽഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു ഒന്നും കൂടി ബൂസ്റ്റപ്പ് ആവുന്നുണ്ട്. ഓക്കെ, അതിന്റെ കൺസെപ്റ്റ് റെസിഡ്യുവൽ മാഗ്നറ്റിക് കൺസെപ്റ്റ് നിങ്ങളിപ്പോൾ നോക്കണ്ട, അത് ഞാനത് ജനറേറ്റർ പ്രിൻസിപ്പിളിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ആ കേസിൽ പറയാം, അതോടെ നിൽക്കട്ടെ. അത് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ അത് നോക്കണ്ട. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് എക്സലേഷന്റെ കാര്യം മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ടൈപ്സ്. ഇനി നമ്മളെ ടൈപ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു DC മെഷീനിനെ ഈ ഫ്ലക്സിന്റെ അല്ലെങ്കിൽ എക്സൈറ്റേഷന്റെ ഭാഗമായിട്ട് നമുക്ക് എക്സൈറ്റേഷന്റെ ബേസ് ചെയ്ത് രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ തരംതിരിക്കാം. ഇനി അതിന്റെ കണക്ഷൻ ഓഫ് ഫീൽഡ് വൈൻഡിങ് വിത്ത് ആർമേച്ചറിന്റെ കണക്ഷനും ഫീൽഡ് വൈൻഡിങ്ങിന്റെയും കണക്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ മെഷീനുകളെ തരംതിരിക്കാം. അതിലൊന്നാമത്തെ മെഷീൻ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മെഷീൻ. രണ്ടാമത്തത് ഷണ്ട് വൂണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ വെറുതെ ഷണ്ട് മെഷീൻ എന്ന് പറയാം. അടുത്തത് സീരീസ് വൂണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ വെറുതെ സീരീസ് മെഷീൻ എന്ന് പറഞ്ഞാൽ മതി. നാലാമത്തത് കോമ്പൗണ്ട് വൂണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ വെറുതെ കോമ്പൗണ്ട് മെഷീൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് കണക്ഷൻ അനുസരിച്ച്. ഇതിന്റെ കണക്ഷൻ നിങ്ങളുടെ ഫീൽഡ് വൈൻഡിങ് ശ്രദ്ധിക്കണം, ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചറിനുള്ള കണക്ഷൻ അനുസരിച്ചിട്ടാണ് ഈ 4 ടൈപ്പിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഈ 4 ടൈപ്പ് മെഷീൻ ഐദർ ജനറേറ്റർ ആവാം, മോട്ടർ ആവാം. അതായത് സെപ്പറേറ്റ്ലി എക്സൈറ്ററിൽ ഏതൊക്കെ വരാം, സെപ്പറേറ്റ്ലി DC ജനറേറ്റർ വരാം, DC മോട്ടർ വരാം, ഷണ്ട് DC ജനറേറ്റർ വരാം, DC മോട്ടർ വരാം, സീരീസ് DC ജനറേറ്റർ വരാം, മോട്ടർ വരാം, കോമ്പൗണ്ട് DC ജനറേറ്റർ, കോമ്പൗണ്ട് DC മോട്ടറും വരാം. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള കാര്യം. ഇനി നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ടൈപ്സ് ഓഫ് DC ജനറേറ്ററുകളെ ഡിസ്കസ് നമ്മൾ കമ്പയർ ചെയ്താണ് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്ത് പോവാം. അപ്പോൾ ആദ്യം ഹെഡിങ് കൊടുക്കുക, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. ഓക്കെ, ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് നമ്മൾ സെപ്പറേറ്റ് ഒരു ഇതാണ്, കാരണം എക്സൈറ്റേഷൻ 2 ടൈപ്പ് ഉണ്ടാണ് സപ്ലൈയിൽ. അപ്പോൾ സെൽഫ് എക്സൈറ്റഡിന്റെ ടൈപ്പുകളാണ് ആക്ച്വലി ആരൊക്കെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഈ ഷണ്ട്, സീരീസ്, കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ സെൽഫ് എക്സൈറ്റേഷന്റെ ടൈപ്പുകളാണ് ഈ ഷണ്ടും സീരീസും കോമ്പൗണ്ടും. സെപ്പറേറ്റ്ലി എക്സൈറ്റർ വേറെ തന്നെ ഒരു സാധനമാണ്, കാരണം അതിന് സെപ്പറേറ്റ്ലി എക്സൈറ്ററിന് പുറത്തുനിന്ന് സപ്ലൈ കൊടുക്കുകയാണ്, വേറെ നമ്മളെ സെൽഫ് എക്സൈറ്റർ ആ മെഷീൻ്റെ അകത്ത് നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സപ്ലൈ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ആദ്യം നമുക്ക് സെപ്പറേറ്റ്ലി എക്സൈറ്റർ നമുക്ക് നോക്കാം. സെപ്പറേറ്റ്ലി എക്സൈറ്ററിന്റെ ചെറിയൊരു ഫിഗർ എന്ന് പറയുന്നത് സോ ദിസ് ഈസ് എ DC സപ്ലൈ. ഇതാണ് നമ്മുടെ ഫീൽഡ്. ഓക്കെ, ഇതിലുള്ള കറണ്ട് ഫീൽഡ് കറണ്ട് IF. അടുത്തത് നമ്മൾ ആർമേച്ചർ റെപ്രസെന്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ആർമേച്ചർ -V.
ഓക്കെ, ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് 3 കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാം. ഒന്ന് EG റെപ്രസെൻ്റ് ചെയ്യാം, ഇങ്ങനെ ഫ്ലൂ ചെയ്യുന്നു. ഓക്കെ, സിമിലർലി ഇവിടെ RA ഉണ്ടാവും, ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ടാവും, IA ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ആർമേച്ചറിൻ്റെ അകത്ത് തന്നെ EG ഉണ്ട്, RA ഉണ്ട്, IA ഉണ്ട്. ഓക്കെ, മുകളിലേക്ക് ഫ്ലൂ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ജനറേറ്ററിൻ്റെ കേസിൽ എങ്ങോട്ടേ, അപ്പോൾ ദിസ് റെപ്രസെൻറ്റ്സ് യുവർ ആർമേച്ചർ. ഓക്കെ, നിങ്ങൾ ആർമേച്ചർ. അപ്പോൾ ജനറേറ്ററിൻ്റെ കേസിൽ എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലൂ പറഞ്ഞിട്ടുണ്ട്? ഇഫ് സപ്പോസ് നിങ്ങളിവിടെ ഒരു ലോഡ് കണക്ട് ചെയ്യുവാണെങ്കിൽ, ഇതിനോട് ലോഡ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ടെർമിനൽ വോൾട്ടേജ് V. കറണ്ട് ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ആർമേച്ചറിൽ നിന്ന് ലോഡിലേക്ക്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ലോഡ് കറണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. ലോഡ് കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ, അല്ലെങ്കിൽ നമുക്ക് ആർമേച്ചർ കറണ്ട് എന്ന് വിളിക്കാം. ഓക്കെ, രണ്ടായാലും കുഴപ്പമില്ല. ഒറ്റ സെപ്പറേറ്റ് സർക്യൂട്ട് ആയിട്ട് ഈ ആർമേച്ചർ കറണ്ട് തന്നെയാണ് ഇവിടുത്തെ ലോഡ് കറണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആദ്യത്തെ ഇൻഫറൻസ് എന്താണ്? നിങ്ങളുടെ ആർമേച്ചർ കറണ്ട് തന്നെയാണ് നിങ്ങളുടെ എന്ത് കറണ്ട്? ലോഡ് കറണ്ട്. ഓക്കെ, അതുപോലെ ടെർമിനൽ വോൾട്ടേജ് നമ്മൾ നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് അവിടെ KVL അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. V = EG - IAR. അതാണ് ഇതൊക്കെ പഠിച്ചു പോകേണ്ട ഇൻഫറൻസുകളാണ്. 1, 2. ഇനി മൂന്നാമത്തെ ഇൻഫറൻസ് എന്ന് പറയുന്നത് പവർ ഡെവലപ്ഡ്, ഇലക്ട്രിക്കൽ പവർ ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു EG × IA. എല്ലാ ആർമേച്ചറിനെ വിത്ത് റെസ്പെക്ട് പറഞ്ഞു. കാരണം ഫീൽഡിന് എക്സൈറ്റേഷൻ പുറത്തുനിന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, വേറെ പരിപാടികളൊന്നും ഇല്ല അതിൽ. എക്സൈറ്റേഷൻ കൊടുക്കുന്നു, അത് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ സാധനമാണ് വളരെ റെയർലി യൂസ്ഡ് ആണ്. ഓക്കെ, നമ്മുടെ സെപ്പറേറ്റ്ലി എക്സൈറ്റർ വളരെ റെയർലി യൂസ്ഡ് ആണ്. നമ്മളൊരു പുറത്തൊരു DC സപ്ലൈ വെച്ചിട്ടാണ് ഈ ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റ് ചെയ്യുന്നത്. DC സപ്ലൈ അല്ലെങ്കിൽ നമുക്കൊരു ബാറ്ററി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള DC സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, പവർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പവർ ഡെവലപ്ഡ് EG × IA. ഇനി അടുത്തത് പവർ ഡെവലപ്ഡ് ടു ലോഡ്. പവർ ഡെവലപ്ഡ് ടു ലോഡിലേക്കുള്ള പവർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് EG × IA - IA² RA. കാരണം അവിടെ കോപ്പർ ലോസ് ഉണ്ടാവും. അപ്പോൾ EG × IA - IA² RA that will be is equal to IA × EG - IA × RA. that is equal to IA × V. ഇതാണല്ലോ നമ്മുടെ V. ശരി, ടെർമിനൽ വോൾട്ടേജ് V അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്ട്ലി വേണമെങ്കിൽ പറയാം പവർ ഡെലിവേർഡ് ടു ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? IA × V എന്ന് പറയാം. IA = IL ആയതുകൊണ്ട് ഇറ്റ് ഈസ് IL × V, അല്ലെങ്കിൽ V × IL എന്നും പറയാം. ഓക്കെ, ഒന്നുകിൽ ഡയറക്ട്ലി ഈ ഫോമുല പഠിച്ചു വെച്ചാലും മതി. അപ്പോൾ 4 ഫോമുലകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. IA = IL, V = EG - IARA, ഇലക്ട്രിക് പവർ ഡെവലപ്ഡ് EG × IA, പവർ ഡെലിവേർഡ് ടു ലോഡ് V × IL. ഓക്കെ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടർ ആണെങ്കിൽ എങ്ങനെയാണ് ഫിഗർ വരിക എന്ന് നമുക്ക് നോക്കാം. DC മോട്ടർ ഇക്വേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് നമുക്ക് ഫിഗറിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. കൺസെപ്റ്റ് സ്ട്രോങ് ആയി വേണ്ടിയാണ്. എന്തായിരിക്കും ഉണ്ടാവുക? ഫീൽഡ് വൈൻഡിങ്ങിൽ ഒന്നും പ്രശ്നമില്ല. ഇത് തന്നെയാണ് IF. ഇവിടെ തന്നെയാണ് ആരും വരിക? DC സപ്ലൈയും വരിക. എക്സൈറ്റേഷൻ കൊടുത്ത് പുറത്തു നിന്ന്. ആർമേച്ചറിലാണ് വ്യത്യാസം വരുന്നത്. ആർമേച്ചറിൽ എന്താണ് വ്യത്യാസം വരിക? ആർമേച്ചറിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നിങ്ങളുടെ കറണ്ട് ഫ്ലോ എങ്ങോട്ടേക്കാണ് ഉണ്ടാവുക? ഇവിടെ ഇവിടെ ലോഡിലേക്കാണ് കറണ്ട് വന്നെങ്കിൽ ഇവിടുന്ന് ലോഡിൽ നിന്ന് ആർമേച്ചറിലേക്കാണ് കറണ്ട് വരിക. ഇതാണ് നിങ്ങളുടെ ആർമേച്ചർ. അപ്പോൾ യുവർ IA വിൽ ബി ലൈക്ക് ദിസ്, അല്ലെങ്കിൽ IL വിൽ ബി ലൈക്ക് ദിസ്. അല്ലെ, ലോഡിൽ നിന്ന് കറണ്ട്. അതാണ് വ്യത്യാസം. മോട്ടറും ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസമാണ് അത്. അതാണ് ഓർത്ത് വെക്കേണ്ട കാര്യം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈപ്പുകളിലേക്ക് പോവാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യുവർ ഷണ്ട് വൂണ്ട് DC മെഷീൻ. ഷണ്ട് വൂണ്ട് DC മെഷീൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഷണ്ട് വൂണ്ടിന്റെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? നമ്മൾ കണക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ശരിയല്ലേ? അതായത് നമ്മുടെ ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചറും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അപ്പൊ ഷണ്ട് വൈൻഡിങ് അല്ലെങ്കിൽ ഷണ്ട് മെഷീനുകളിൽ കണക്ഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ the field coils are connected in dash with the armature. നിങ്ങളുടെ ഫീൽഡ് കോയിൽസും ആർമേച്ചറുമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ ഉണ്ടാവുക? ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ. ഫീൽഡ് കോയിലുകളും ആർമേച്ചറും പാരലലി കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് എന്ത്? ഷണ്ട് കണക്ഷൻ. ഓക്കെ, ഈ ഷണ്ട് കണക്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷണ്ട് ഫീൽഡ് ആണ് ശരിക്ക്, അല്ല ഷണ്ട് ഫീൽഡാണ് എല്ലാ ഫുൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ജനറേറ്റർ റിസീവ് ചെയ്യുന്നതും അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് ഓഫ് മോട്ടർ വരുന്നതും, അല്ലെ? അപ്പം ഈ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് എങ്ങനെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇവിടെ ഒന്ന് ബ്രീഫായിട്ട് എഴുതാം. ഷണ്ട് വൈൻഡിങ് ഷണ്ട് യൂസ് ചെയ്യുന്ന വൈൻഡിങ് എങ്ങനെ ആവണം എന്ന് ഞാൻ എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യം ഇത് കണക്ഷൻ ആക്കാം, എന്നിട്ട് ഞാൻ അവിടെ എഴുതിത്തരാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഫീൽഡ് വൈൻഡിങ്. എന്ത് ഫീൽഡ്? ഷണ്ട് ഫീൽഡ്, അല്ലെ? ഷണ്ട് ഫീൽഡ് വൈൻഡിങ്. ഇപ്പൊ ഫിഗർ കറക്റ്റ് ആയില്ലേ? ഇതാ നിങ്ങളുടെ ഫീൽഡ് വൈൻഡിങ്ങും നിങ്ങളുടെ ആർമേച്ചറും പാരലലി കണക്ട് ചെയ്യുന്നു, ശരിയല്ലേ? ഇവിടെ ആരൊക്കെ ഉണ്ടാവും? EG, IA, R പാരലലി ആണല്ലോ കണക്ട് ചെയ്യുന്നത്. ഇവിടുന്ന് കറണ്ട് മുകളിലേക്കല്ലേ പോവുക. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക? എപ്പോഴും ഇപ്പം ഞാൻ വരക്കുന്ന സപ്പോസ് ഇത് DC ജനറേറ്റർ ആണെന്ന് വിചാരിക്കും. ഇത് DC ജനറേറ്റർ ആണ്. ഇപ്പൊ DC ജനറേറ്റർ ആണെങ്കിൽ കറണ്ട് ഫ്ലോ എവിടെ ഉണ്ടാവുക? ആർമേച്ചറിൽ നിന്ന് പുറപ്പെടും. അതായത് ഇതാണ് IA, ശരിയല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഇത് ആർമേച്ചറിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോയേ പറ്റും, അല്ലെ? അപ്പൊ ഇങ്ങോട്ടേക്കും പോകണം. ഇങ്ങോട്ടേക്ക് ഇത് ലോഡാണ്. അപ്പൊ ഇത് ലോഡിലേക്ക് കറണ്ട് പോകുമ്പോൾ IL എന്ന് വിളിക്കും. ഇത് ഷണ്ട് ഫീൽഡാണ്. ഈ ഷണ്ട് ഫീൽഡ് നമ്മൾ RSH, ഇത് റെസിസ്റ്റൻസ് ആണ്, RSH എന്ന് വിളിക്കാം. അതിലേക്ക് ഫ്ലോ ചെയ്യുന്ന കാരണം ഞാൻ ISH എന്ന് വിളിക്കുന്നു. ഓക്കെ, സിമ്പിൾ അനാലിസിസ് കഴിഞ്ഞു. കൺസെപ്റ്റ് ക്ലിയർ ആണ്, വേറെ പ്രശ്നമില്ല. ക്ലിയർ ആയാലോ? ഇതിന് നേരെ കൗണ്ടർ പാർട്ടായ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മോട്ടറിനെ വരയ്ക്കാം. മോട്ടറിനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പൊ തന്നെ മോട്ടറിൽ എന്താ വരുന്നത്? ഇവിടെ നേരത്തെ പോലെ RSH വരും. രണ്ടായാലും ഇതെന്തായേ പറ്റൂ? പാരലായേ പറ്റൂ, അതിലൊന്നും ഒരു സംശയമില്ല. രണ്ടായാലും മോട്ടറായാലും ജനറേറ്റർ ആയാലും ഒക്കെ പാരലൽ തന്നെയാവണം നമ്മുടെ ഫിഗർ, അതിലൊന്നും തർക്കം വരുന്നില്ല. പ്ലസ് ഓർ മൈനസ് V, അല്ലേ? EG, IA, R. എന്താണ് വ്യത്യാസം? ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? നിങ്ങളുടെ ലോഡിൽ നിന്ന് നിങ്ങൾ കറണ്ട് വരുന്നു, ശരിയല്ലേ? ലോഡിൽ നിന്നല്ലേ കറണ്ട് വരുന്നത്. അപ്പൊ ലോഡിൽ നിന്ന് കറണ്ട് വരുമ്പോ കറണ്ട് എവിടെ നിന്ന് ഇങ്ങോട്ടേക്കാ വരിക? കറണ്ട് എവിടെ നിന്ന് ഇങ്ങോട്ടേക്കാ വരിക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോ IL ആണിത്, ശരിയല്ലേ? എന്നിട്ട് എങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ആയി പോവും? ഇങ്ങോട്ടേക്കും താഴേക്കും. സോ IA ഇങ്ങോട്ടേക്ക് വരും, ഇവിടെ എന്ത് വരും? ISH വരും. ഷണ്ടിലേക്ക് പോകുന്ന കാരണം നമ്മൾ ഷണ്ട് കാരണം റെപ്രസെന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോ വാട്ട് വിൽ ബി യുവർ ജനറൽ ഇക്വേഷൻ ഫോർ ദിസ്? DC ജനറേറ്ററിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? ഇവിടെ നമുക്ക് ഇത് കണ്ട അനലൈസ് ചെയ്താൽ മനസ്സിലാവും. നിങ്ങളുടെ ആർമേച്ചർ കറണ്ട് ആണ് ഫസ്റ്റ് പോയിന്റ്. ആർമേച്ചർ കറണ്ടിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? IA വിൽ ബി ഈക്വൽ ടു IL പ്ലസ് IH, അല്ലെ? രണ്ടിന്റെ സം അല്ലേ? അപ്പൊ IL പ്ലസ് ISH. രണ്ടാമതായിട്ട് അനലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഷണ്ടിലെ പോകുന്ന കറണ്ട് എന്ത്? ഷണ്ട് കറണ്ട് എന്തായിരിക്കും?
നിങ്ങളുടെ ഇവിടുത്തെ ഈ വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയല്ലേ ഇതിൻ്റെ അക്രോസും അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അക്രോസ് ഉണ്ട് ഈ വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റൻസ് അല്ലേ ഈ ഷണ്ട് കറണ്ട്. സോ ഇറ്റ് വിൽ ബി വി ഡിവൈഡഡ് ബൈ ആർ എസ് എച്ച്. ഓക്കെ, ദെൻ ജനറേറ്റഡ് വോൾട്ടേജിന്റെ ഇക്വേഷൻ നമുക്കറിയാം, വി ഇസ് ഈക്വൽ ടു എന്താണ്, ഇ ജി മൈനസ് ഐ എ ആർ എൻ. ഇത് മാത്രമല്ല നമ്മൾ എടുക്കണ്ടു, നമ്മൾ നേരത്തെ അനലൈസ് ചെയ്താൽ തന്നെയാണ്. കാരണം അവിടെ എക്സ്ട്രാ ഒന്നും നമുക്ക് വരുന്നില്ല, അതായത് ഇതിന്റെ കൂടെ ഏതെങ്കിലും ഒരു സർക്യൂട്ട് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈസിലി നമുക്ക് ഇ ജി മൈനസ് ഐ എ ആർ എൻ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മളെ പവർ ഡെവലപ്ഡ് നമ്മൾ നേരത്തെ നമ്മൾ 2 ഇക്വേഷൻസ് എഴുതിയതാണ്. ഏതൊക്കെയാണ്? പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ എഴുതിയതാണ്. അറ്റ് ദ സെയിം ടൈം പവർ ഡെവലപ്ഡ് ഇൻ ഇലക്ട്രിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ എന്തായിരുന്നു? ആർമേച്ചറിലെ ഇലക്ട്രിക്കൽ പവർ ഡെവലപ്ഡ് ഈസ് ഇ ജി ഇൻറ്റു ഐ എ. ശരിയല്ലേ? ഇനി അഞ്ചാമത്തെ പവർ ഡെവലപ്ഡ് ടു ലോഡിലേക്കുള്ള പവർ ഡെവലപ്ഡ് നമ്മൾ എഴുതിയാണ് എന്താണ്, വി ഇൻറ്റു ഐ എ. ഓക്കെ, അപ്പോൾ ഷണ്ട് ഡി സി ജനറേറ്ററിൽ പഠിക്കേണ്ട ഇക്വേഷൻസ് ആയി. ഇത്ര ഇക്വേഷൻ പഠിച്ചാൽ മതി, ഇതിന് കൂടുതലൊന്നും പഠിക്കേണ്ട. ഈ 5 ഇക്വേഷൻ, ഐ ഈക്വൽ ഐ എൽ പ്ലസ് ഐ എസ്, ഐ എസ് ഇസ് ഈക്വൽ വി ബൈ ആർ എസ് എച്ച്, വി ഇസ് ഈക്വൽ ഇ ജി മൈനസ് ഐ ആർ എ, പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ ഇ ജി ഇൻറ്റു ഐ എ, പവർ ഡെവലപ്ഡ് ലോഡ് വി ഇൻറ്റു ഐ എൻ. സിമ്പിൾ. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന സാധനമാണ് ഡി സി മോട്ടർ. ശരിയല്ലേ? ഡി സി മോട്ടറിൽ ഇതേ ഇക്വേഷൻസ് വരും അല്ലേ? എന്തൊക്കെ ഇക്വേഷൻസ് ആണ് വരിക ഡി സി മോട്ടറിലും? ഡി സി മോട്ടറിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഐ എ, നമുക്ക് ഐ എ വിത്ത് റെസ്പെക്ട് ഇല്ല പഠിക്കുന്നത്. അപ്പോൾ ഐ എ ഈസ് ഈക്വൽ ടു എന്താ, ഇവിടെ ഏതാ വലുത്? ഐ എൽ അല്ലേ? അപ്പോൾ ഐ എൽ മൈനസ് ഐ എസ് എച്ച് അല്ലേ? ഐ എൽ മൈനസ് ഐ എസ് എച്ച്. രണ്ടാമത്തത് അഗെയിൻ ഐ എസ് എച്ചിലൊന്നും മാറ്റം വരുന്നില്ല, കാരണം ഇവിടുത്തെ ഇതേ വോൾട്ടേജാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വി ബൈ ആർ എസ് എച്ച് തന്നെയാണ്. ദെൻ മൂന്നാമത്തെ വോൾട്ടേജ് ഇക്വേഷനിൽ മാറ്റം വരും. എന്താണ്? ഇറ്റ് ഈസ് ഇ ബി പ്ലസ് ഐ എ ആർ. ശരിയല്ലേ? നമ്മൾ നേരത്തെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ജനറൽ വോൾട്ടേജ് ഇക്വേഷൻ ഏത് മെഷീനിൽ വെച്ചിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ഷണ്ട് മെഷീനിൽ എടുത്തിട്ടാണ് നമ്മൾ എഴുതിയത് അല്ലേ? വി സി ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ. നാലാമത്തത് പവർ ഇക്വേഷനുകളാണ്. അപ്പോൾ പവർ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒന്നുകൂടി എഴുതാനുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതി തരാം, കാരണം അത് എല്ലായിടത്തും വരുന്നതല്ല. അപ്പോൾ അത് നമ്മളൊന്ന് ഡിറൈവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക, പവർ ഇക്വേഷൻസ്. നമ്മൾ ജനറേറ്ററിൻ്റെ നമ്മൾ ഡിറൈവ് ചെയ്താണ്, പക്ഷെ മോട്ടർ ഡിറൈവ് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് പവർ ഇക്വേഷൻസ്. ഫസ്റ്റ് നമ്മളെ പവർ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പവർ ഏതാ മോട്ടറിൽ? മെക്കാനിക്കൽ പവർ അല്ലേ? മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് പ്ലസ് ലോസസ് ഇൻ ആർമേച്ചർ പ്ലസ് ലോസസ് ഇൻ ഫീൽഡ്. ആർമേച്ചറിലെ ഫീൽഡിലെ ലോസസ് കൺസിഡർ ചെയ്യണം, പ്ലസ് മെക്കാനിക്കൽ പവർ. അതാണ് മൊത്തം കൂട്ടുമ്പോഴാണ് പവർ ഇൻപുട്ട് വരുന്നത്. അതിന് നമ്മൾ വി ഇൻറ്റു ഐ എന്ന് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വീണ്ടും ഐ എന്നോ ഐ എൽ എന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. അപ്പം ദാറ്റ് വിൽ ബി ഈക്വൽ ടു മെക്കാനിക്കൽ പവറിനെ പി എം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു, പ്ലസ് ആർമേച്ചറിലെ ലോസ് എന്താണ്? ഐ എ സ്ക്വയർ ആർ എ പ്ലസ് ഫീൽഡിലെ ലോസസ് എന്താണ്? ഐ എസ് എച്ച് സ്ക്വയർ ഇൻറ്റു ആർ എസ് എച്ച്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പി എം പ്ലസ് ഐ എ സ്ക്വയർ ആർ എ പ്ലസ് ഈ ഫീൽഡിലെ ലോസുകൾ എന്ന് പറയുന്നത്, നമുക്ക് ഫീൽഡിലെ ലോസുകൾ ഒന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ഐ സ്ക്വയർ ആറുടെ ലോസ് എഴുതാം, അല്ലെങ്കിൽ പവർ ഇൻപുട്ട് അതായത് വി അല്ലേ, വി ഇൻറ്റു ഐ എസ് എച്ച് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പി എം വിൽ ബി ഈക്വൽ ടു വി ഇൻറ്റു ഐ മൈനസ് ഐ എ സ്ക്വയർ ആർ എ മൈനസ് വി ഇൻറ്റു ഐ എസ് എച്ച്. ഇതിൻ്റെ അകത്ത് വി പുറത്തെടുത്ത് തന്നെ വി ഇസ് ഈക്വൽ ടു ഐ എൽ മൈനസ് ഐ എസ് എച്ച്. ഞാൻ പറഞ്ഞു ഐ എൽ അല്ലെങ്കിൽ ഐന്ന് എഴുതാം, പ്രശ്നമൊന്നുമില്ല. എന്തായാലും ലോഡാണ് അവർ ഉദ്ദേശിച്ചത്. മൈനസ് ഐ എ സ്ക്വയർ ആർ എ ദാറ്റ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എൽ മൈനസ് ഐ എസ് എച്ച് ആരാ? ഐ എ അല്ലേ? അപ്പോൾ വി ഇൻറ്റു ഐ എ മൈനസ് ഐ എ സ്ക്വയർ ആർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇതിൻ്റെ അകത്ത് ഐ എ പുറത്തെടുത്ത് കഴിഞ്ഞാൽ
വി മൈനസ് ഐ എ ആർ എ. സോ ഈ ഇക്വേഷൻ ബി ഐ എ ഇൻറ്റു ഇ, ഇ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇ ബി. ശരിയല്ലേ? അപ്പോൾ പി എം ഈസ് ഈക്വൽ ടു ഇ ബി ഇൻറ്റു ഐ എ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കൺക്ലൂഷൻ എന്താണ്? മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് പി എം ഈസ് ഈക്വൽ ടു ഇ ബി ഇൻറ്റു ഐ എ. ഇതാണ് നിങ്ങൾ നാലാമത്തെ പോയിന്റ് ആയിട്ട് പഠിക്കേണ്ടത്. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു ഇ ബി ഇൻറ്റു ഐ എ. ഓക്കെ, നേരത്തെ നമ്മൾ ജനറേറ്ററിന്റെ ഇലക്ട്രിക് പവർ ഡെവലപ്ഡ് എന്തായിരുന്നു? അത് തന്നെയാണ് സാധനം. നോക്കൂ നിങ്ങൾ, ജനറേറ്ററിന്റെ ഇലക്ട്രിക് പവർ ഡെവലപ്ഡ് എന്താണ്? ഇ ജി ഇൻറ്റു ഐ എ. അതിന് പകരം ഇ ജി മാറി ഇ ബി ആവുന്നു. ഓക്കെ, പക്ഷെ അവിടെ ഇലക്ട്രിക്കൽ പവർ ഡെവലപ്ഡ് ആയിരുന്നു. ഇവിടെ മോട്ടറിൽ എത്തുമ്പോൾ അത് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ആവും എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ ഇക്വേഷൻ. നമുക്ക് എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് പവർ സപ്ലൈഡ് ടു ആർമേച്ചർ, മോട്ടറിൻ്റെ ആർമേച്ചറിലേക്ക് കൊടുക്കുന്ന ഇലക്ട്രിക് പവർ സപ്ലൈഡിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, ഇലക്ട്രിക് പവർ ഇക്വേഷൻ നമുക്ക് പഠിക്കാം. അത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണമെങ്കിൽ കുഴപ്പമില്ല. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് നമ്മൾ വി ഈസ് ഈക്വൽ ടു ഇ ബി പ്ലസ് ഐ എ ആർ എ എഴുതിയില്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് ഐ എ കൊണ്ട് 2 മൾട്ടിപ്ലൈ. അപ്പോൾ വി ഇൻറ്റു ഐ എ ഈക്വൽ ടു ഇ ബി ഇൻറ്റു ഐ എ പ്ലസ് ഐ എ സ്ക്വയർ ആർ എ എന്ന് വരും. ശരിയല്ലേ? ഇ ബി ഇൻറ്റു ഐ എ ആർ എ നമുക്ക് എന്താ പി എം ആണ്. അപ്പോൾ പി എം പ്ലസ് ഐ എ സ്ക്വയർ ആർ എ ആണ്. ഇത് തന്നെയല്ലേ വി ഇൻറ്റു ഐ എ? ശരിയല്ലേ? അപ്പോൾ ഇലക്ട്രിക്കൽ പവർ സപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു വി ഇൻറ്റു ഐ എ. ഈ പവറാണ് നമ്മൾ ഇലക്ട്രിക്കൽ പവർ എന്ത് ചെയ്യുന്നത്? നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വി ഇൻറ്റു ഐ എ ഒന്നുമില്ല, സിമ്പിളാണ്. നേരത്തെ നമ്മൾ ഇതാ ലോഡിലേക്ക് കൊടുക്കുന്ന സാധനം വി ഇൻറ്റു ഐ എൽ ആണ്. അതിന് പകരം ആർമേച്ചറിലേക്ക് കിട്ടുന്ന സാധനം വി ഇൻറ്റു ഐ എ, അത്രേ ഉള്ളൂ. ഓക്കെ, ലോഡിലേക്ക് കൊടുക്കുമ്പോൾ വി ഇൻറ്റു ഐ എൽ, ഇൻ ദ കേസ് ജനറേറ്റർ. ആർമേച്ചറിലേക്ക് കിട്ടുന്ന ഇലക്ട്രിക്കൽ പവർ വി ഇൻറ്റു ഐ എ. അപ്പോൾ അതാണ് നമുക്ക് ജനറലി ഈ ഇക്വേഷനുകൾ ജനറലി എല്ലാത്തിലും വരുന്നതാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇതായി ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ കാര്യങ്ങളായി. നമ്മൾ ആ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഷണ്ട് വൈൻഡിങ്ങിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഷണ്ട് വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത, മെയിൻ പ്രത്യേകത ഇതിൻ്റെ റെസിസ്റ്റൻസിനെ കുറിച്ചാണ്, RSHനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അപ്പം ആദ്യം നമുക്കറിയാം ഷണ്ട് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് RSH എന്നതിന് പ്രത്യേകത വെച്ചാൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ് ഈസ് ഹൈ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ഹൈ റെസിസ്റ്റൻസ് കൊണ്ട് തന്നെ ഈ ഫീൽഡ് കറണ്ട്, ഷണ്ട് ഫീൽഡിന്റെ കറണ്ട് എന്തായിരിക്കും? കറണ്ട് വിൽ ബി ലെസ്. ഓക്കെ, അങ്ങനെ എങ്ങനെയാണ് ഹൈ റെസിസ്റ്റൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ്, നമ്മളെ ഷണ്ട് ഫീൽഡിന്റെ വയറിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. പക്ഷേ ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്? ലെസ്സർ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ കുറവ് എന്ന് പറയുന്നത് തടി കുറവ്. അതായത് എങ്ങനത്തെ വയറാണ്? തിൻ വയറാണ്. ഓക്കെ, തിൻ വയറാണ്. അതിന് ഇക്വേഷൻ ഇതാണ് R പ്രൊപ്പോർഷണൽ ടു L ബൈ A. കാരണം റെസിസ്റ്റൻസ് കൂടണം, അപ്പോൾ നിങ്ങളുടെ ലെങ്ത് കൂടണം, അതുപോലെ തന്നെ ഏരിയ ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യണം? കുറയണം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ഓർത്ത് നോക്കിയ പ്രോപ്പർട്ടി. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ് കൂടുതലാണ്, ഫീൽഡ് കറണ്ട് കുറവാണ്, നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്, ക്രോസ് സെക്ഷൻ ഏരിയ എന്താണ്? കുറവാണ്. അതായത് തിൻ വയറാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ മോർ നമ്പർ ഓഫ് ടേൺസ് ഇത് തിൻ വയറാണ്. ഏതിൻ്റെ പ്രത്യേകത? ഷണ്ട് വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ഷണ്ട് മൂന്ന് DC മെഷീൻ ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയി. നമ്മൾ രണ്ടും അനലൈസ് ചെയ്ത് പോവുകയാണ്, ഒരെണ്ണം മാത്രമല്ല. അപ്പോൾ ഇനി ടൈപ്സ് ഓഫ് DC മോട്ടർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സിമ്പിളായി പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഇവിടെ തന്നെ രണ്ടും കമ്പയർ ചെയ്ത് പോവാം. ഓക്കെ, അടുത്തത് ഇനിയുള്ളത് പെട്ടെന്ന് നീങ്ങും. നമുക്ക് സീരീസ് വൂണ്ട് DC മെഷീൻ. ഓക്കെ, അപ്പം സീരീസ് വൂണ്ട് DC മെഷീൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതിൻ്റെ കണക്ഷൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ നോക്കേണ്ടത്. കണക്ഷൻ്റെ പ്രത്യേകത എന്താ വരിക?
ആ സീരീസ് 1 DC മെഷീൻ്റെ കണക്ഷൻ്റെ പ്രത്യേകത ഫീൽഡ് കോയിൽസ് എങ്ങനെ കണക്ട് ചെയ്യണം? ഇവിടെ എഴുതാം, നേരത്തെ എഴുതിയ പോലെ ഫീൽഡ് കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ ഡാഷ് വിത്ത് ദ ആർമേച്ചർ. ആർമേച്ചറും ഫീൽഡ് കോയിൽസും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ആർമേച്ചറും ഫീൽഡ് കോയിൽസും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ആർമേച്ചറും ഫീൽഡ് കോയിൽസും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫിഗറുകൾ അനലൈസ് ചെയ്ത് നോക്കാം. ഇതാണ് നിങ്ങളുടെ സീരീസ് വൈൻഡിങ് RSC. നേരത്തെ RSH എന്ന് പറഞ്ഞാൽ RSC. ഇതും ആർമേച്ചർ എന്താണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആർമേച്ചർ പ്ലസ് ഓർ മൈനസ് വി. സോ വി നോ ദാറ്റ് നമ്മുടെ DC ജനറേറ്ററാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ DC ജനറേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? സീരീസ് കണക്ഷൻ ആണ് അല്ലേ? ആ സീരീസ് കണക്ഷൻ ആണ്, അതവിടെ നിൽക്കട്ടെ. അപ്പം ഹിയർ യു ആർ ഹേവിങ്, ഇവിടെ EG ഉണ്ട്, ഇവിടെ IA ഉണ്ട്, RA എല്ലാം ഉണ്ടാവും. ജനറേറ്ററിൻ്റെ പ്രത്യേകത എന്താ? ആർമേച്ചറിൽ നിന്ന് ലോഡിലേക്ക് പോകുന്നു. ഇതാണ് നിങ്ങളുടെ ലോഡ്. ഓക്കെ, ഇത് ആർമേച്ചർ ലോഡ്. അപ്പം IA എങ്ങോട്ടേക്ക്? ലോഡിലേക്ക് IA. ശരിയാണല്ലോ? ഈ RSCയിലെ ഫ്ലോ ചെയ്യുന്നൊരു കറണ്ട് ഉണ്ടാവും, അതിന് ഞാൻ ISC എന്ന് വിളിക്കുന്നു. ISC ലോഡിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട് IL. ഇത് മൂന്നെണ്ണം നോക്കിയാൽ എന്താ? എല്ലാം സെയിം തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാം IA is equal to ISC equal to IL. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ടെർമിനൽ വോൾട്ടേജ് എന്താണ് പ്രത്യേകത? VG മൈനസ്, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ IA എന്ന് എടുക്കാം, IL എന്ന് എടുക്കാം, ISC എന്ന് എടുക്കാം, എല്ലാം സെയിം ആണ്. ഞാൻ തൽക്കാലം IA എന്ന് എടുക്കുന്നു. IA ഇൻറ്റു എന്താണ് വരിക? ഇവിടെ രണ്ട് റെസിസ്റ്റർ വരില്ലേ? ഏതൊക്കെ? RAയും വരും, RSCയും വരും. അപ്പോൾ ഇറ്റ് വിൽ ബി RA പ്ലസ് RSC. സിമ്പിൾ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ പവർ ഡെലിവേർഡിനെ കുറിച്ചാണ്. എന്താണ് പവർ ഡെലിവേർഡ്? പവർ ഡെലിവേർഡ് ടു ലോഡ് എന്താ വരിക? ഇറ്റ് വിൽ ബി V ഇൻറ്റു IL അല്ലെങ്കിൽ V ഇൻറ്റു IA. പിന്നെ ഏതാണ്? പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ. പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ. ഇതൊക്കെ നേരത്തെ പ്രിസ്ക്രൈബ്ഡ് ഫോർമുലകളാണ്, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ EG ഇൻറ്റു IA കഴിഞ്ഞു. സീരീസ് വൂണ്ട് അല്ലെങ്കിൽ സീരീസ് DC ജനറേറ്റർ കഴിഞ്ഞു. ക്ലിയർ? നമുക്ക് DC മോട്ടർ അനലൈസ് ചെയ്യാം. DC മോട്ടറിൻ്റെ DC സീരീസ് മോട്ടർ അല്ലേ? DC സീരീസ് മോട്ടർ. DC സീരീസ് മോട്ടറിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരിക? സിമ്പിളാണ്. ഇതാ നമ്മളിവിടെ ഫീൽഡ് ഉണ്ടാവും, ഇവിടെ ആരുണ്ടാവും? നേരത്തെ പോലെ ആർമേച്ചർ ഉണ്ടാവും. അപ്പോൾ ഇത് RSC, ഇത് RSH അല്ലേ? ഒറ്റ കാര്യമാണ് അനലൈസ് ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങളെ കൺസെപ്റ്റ് ക്ലാരിറ്റി വന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ലോഡിൽ നിന്ന് കറണ്ട്, അതാണ് പഠിക്കേണ്ടത്, അതാണ് കൺസെപ്റ്റ്. ഓക്കെ, വേറെ ഒന്നും കൺസെപ്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ ലോഡിൽ നിന്ന് കറണ്ട് വരുന്നു. അപ്പോൾ IL ഇങ്ങോട്ടേക്ക്, ഇങ്ങോട്ടേക്ക് ISC, ഇങ്ങോട്ടേക്ക് IA കഴിഞ്ഞു. ഓക്കെ ഫൈൻ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വരും? ഇവിടെയും ഇതെല്ലാം സെയിം തന്നെയാണ്, കാരണം IA ഈക്വൽ ടു ISC ഈക്വൽ ടു IL ആണ്. ഇക്വേഷനിൽ ഉള്ള മാറ്റം എന്താണ് വരിക? V is equal to EAക്ക് പകരം EB പ്ലസ് IA ഇൻറ്റു RA പ്ലസ് RSC. ഇവിടെ EG മൈനസ് ഉള്ളത് EB പ്ലസ്. ഇനി നമ്മൾ മൂന്നാമത് നമ്മളെ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ്, അത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ ബി PM വിൽ ബി ഈക്വൽ ടു EB ഇൻറ്റു IA. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ആയി. പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി എഴുതാനുണ്ട്. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡും നമ്മുടെ ഇലക്ട്രിക്കൽ പവർ സപ്ലൈഡ് ടു ആർമേച്ചർ. ഇലക്ട്രിക്കൽ പവർ സപ്ലൈഡ് ടു ആർമേച്ചർ.
ഇലക്ട്രിക്കൽ പവർ സപ്ലൈഡ് ടു ആർമേച്ചർ. എന്താ വരിക? വി ഇൻറ്റു ഐ എൽ. ശരിയല്ലേ? കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഡി സി സീരീസ് മോട്ടറും ജനറേറ്ററും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാം. നേരത്തെ എഴുതിയ പോലെ സീരീസ് ഷണ്ട് വൈൻഡിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. സീരീസ് വൈൻഡിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റെസിസ്റ്റൻസ്, സീരീസ് റെസിസ്റ്റൻസ്, അതായത് RSC എന്താണ്? കുറവാണ്. അതുപോലെ ആർമേച്ചർ കറണ്ട് എന്താണ്? കൂടുതലാണ്. നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും ഇവിടെ? നമ്പർ ഓഫ് ടേൺസ് വിൽ ബി ലെസ്സർ. ദെൻ ക്രോസ് സെക്ഷണൽ ഏരിയ വിൽ ബി ഹൈ. അതായത് എങ്ങനത്തെ വയറായിരിക്കും? തിക്ക് വയറായിരിക്കും യൂസ് ചെയ്യുക. ഇവിടെയും R പ്രൊപ്പോർഷണൽ ടു L/A തന്നെയാണ്. റെസിസ്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് ലെങ്ത് കുറവാണ്. നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് തിൻ വയറും നമ്പർ ഓഫ് ടേൺസ് കൂടുതലും റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. സീരീസ് വൈൻഡിങ് എന്ന് പറയുന്നത് സീരീസ് റെസിസ്റ്റൻസ് വൈൻഡിങ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് കുറവും നമ്പർ ഓഫ് ടേൺസ് കുറവും ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുതലും. ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് വെച്ചാൽ തിക്ക് വയറായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ സീരീസ് വൈൻഡിങ്ങുകളും ഷണ്ട് വൈൻഡിങ്ങുകളും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത 2 ടൈപ്പാണ്. ഏതൊക്കെയാണ്? നമ്മുടെ ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ടും. അത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? കോമ്പൗണ്ട് വൂണ്ട് DC മെഷീൻ്റെ അണ്ടറിൽ വരുന്ന 2 ടൈപ്പുകളാണ്. കോമ്പൗണ്ട് വൂണ്ട് DC മെഷീൻ്റെ 2 ടൈപ്പുകളാണ് ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ടും. ഓക്കെ, ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്ന 2 ടൈപ്പുകളാണ്. ബട്ട് ഇത് കുറച്ചൊരു ലെങ്തിയർ ആണ്, കുറച്ചും കൂടി കൺസെപ്റ്റ്സ് പറയാനുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ എനിക്കത് കൺക്ലൂഷനായിട്ടും കൂടി പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സീരീസ് ഷണ്ട് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കോമ്പൗണ്ട് വൂണ്ട് DC മെഷീൻ്റെ കൺക്ലൂഷനും അതോടൊപ്പം തന്നെ കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുക. സോ നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് കോമൺ വൂണ്ട് DC മെഷീനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.